ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഈ പറയുന്ന 12 നക്ഷത്ര ജാതകർക്ക് ഒക്ടോബർ മാസം 18-ാം തീയതിക്കുള്ളിൽ ലോട്ടറി ഭാഗ്യം പോലുള്ള മഹാനേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതായത് ജ്യോതിഷപ്രകാരം ചില നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യവും അതുപോലെയുള്ള ധനനേട്ടവും ഈ മാസം 18-ാം തീയതിക്കുള്ളിൽ വന്നു ചേരും. ഈ നവരാത്രിയോടനുബന്ധിച്ച് തന്നെ ഒക്ടോബർ ആദ്യ വാരം മുതൽ ചില നക്ഷത്ര ജാതകർക്ക് വളരെയധികം നേട്ടങ്ങളാണ് കാത്തിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് നവരാത്രി മുതൽ ഒക്ടോബർ 18 വരെയാണ് ഈ മഹാഭാഗ്യം വന്നു ചേരുന്നത് എന്ന് പറയാം. പ്രത്യേകിച്ചും ലോട്ടറി ഭാഗ്യം പോലുള്ളവ നിങ്ങളെ ഉറപ്പായും തേടിയെത്തും. നിങ്ങളുടെ കണ്ണീരിനും കഷ്ടപ്പാടിനുമെല്ലാം വിട പറയുവാൻ സമയം എത്തിക്കഴിഞ്ഞു. ഇതിനെല്ലാം പ്രധാനപ്പെട്ട കാരണം വ്യാഴം ഉച്ചരാശിയിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ്. ഈ നക്ഷത്ര ജാതകർക്ക് ഇനി വെച്ചടി കയറ്റമാണ്. നിങ്ങളുടെ ഭാഗ്യ നമ്പർ ഇവിടെ കൊടുക്കുന്നു. ഈ നമ്പറിൽ അവസാനിക്കുന്ന ലോട്ടറി പോലുള്ളവ തീർച്ചയായും നിങ്ങൾക്ക് അടിക്കുവാൻ വളരെയധികം സാധ്യത ഏറെയാണ്. ആദ്യം ഭരണി നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ഈ നവരാത്രി കാലം വളരെയധികം ഗുണകരമാണ്. ഇനി നിങ്ങൾക്ക് കുഴഞ്ഞു മറിഞ്ഞിരുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാൻ സാധിക്കും. നിങ്ങൾക്ക് ഭാഗ്യവും ഈശ്വരൻ്റെ അനുഗ്രഹവും ഒരുപോലെ വന്നു ചേരുന്ന കാലം തന്നെയെന്ന് പറയാം. നിങ്ങൾ ഏർപ്പെടുന്ന എല്ലാവിധ കാര്യങ്ങളിലും നിങ്ങൾക്ക് നേട്ടമുണ്ടാകും. പല വിധത്തിലുള്ള നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ വലിയ നേട്ടങ്ങളും വന്നു ചേരും. ആപത്തിൽ നിന്നും മഹാഭാഗ്യത്താൽ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുന്നതാണ്. 9 നിങ്ങളുടെ ഭാഗ്യ നമ്പർ. ഇനി രോഹിണി നക്ഷത്ര ജാതകരാണ്. നിങ്ങൾ വിവാഹിതരായ ആളുകളാണെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുമായി വാക്കുതർക്കങ്ങളെല്ലാം കഴിവതും ഒഴിവാക്കേണ്ട സമയമാണ്. അതുപോലെ തർക്കങ്ങളിൽ നിന്നും പരമാവധി വിട്ടു നിൽക്കുന്നതാണ് ഉത്തമം. കഠിനമായ അധ്വാനം നിങ്ങളെ ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷ തരുന്നതാണ്. നിങ്ങൾ തുടങ്ങിവെക്കുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളും ലാഭത്തിലേക്ക് കുതിക്കുന്ന കാലമാണ്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും നിലവിലുള്ള ബിസിനസ് വികസിപ്പിക്കുവാനും അനുകൂലമായ സമയമാണ്. സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ജോലിയിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും പ്രതീക്ഷിക്കാം. നിങ്ങളുടെ പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങുവാൻ സാധിക്കും. ഭക്ഷണ സമൃദ്ധിയും നല്ല ആരോഗ്യവും അനുഭവപ്പെടും. പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള അവസരം സിദ്ധിക്കുന്നതാണ്. കുടുംബത്തിൽ മനസമാധാനവും സന്തോഷവും ഐക്യവും നിങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും അനുഭവങ്ങളും വന്നു ചേരും. 2 നിങ്ങളുടെ ഭാഗ്യ നമ്പർ. അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ കണ്ണീരിനും കഷ്ടപ്പാടിനുമെല്ലാം വിട പറയുന്ന സമയമായി. നിങ്ങൾക്ക് വന്നു ചേരുന്ന എതിർപ്പുകളെയെല്ലാം ക്ഷമയോടെ നേരിടേണ്ട കാലമാണ്. കുടുംബ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധിക്കേണ്ട കാലമാണ്. കുടുംബത്തിൽ ഐക്യം നിലനിർത്തുവാനും ശ്രദ്ധിക്കണം. അഭിപ്രായമെല്ലാം തുറന്നു പറയുന്നതിൻ്റെ പേരിൽ ശത്രുക്കൾ വർദ്ധിക്കുവാൻ ഇടയുള്ള കാലമാണ്. കർമ്മവിരുദ്ധമായി യാതൊരുവിധ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കരുത്. സർക്കാർ സംബന്ധമായ ജോലിയിൽ ഇരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ അധികാര പ്രാപ്തിയുള്ള ജോലി ലഭിക്കും. കുടുംബ ബന്ധുജനങ്ങളുമായി ഉണ്ടായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ സാധിക്കുന്നതാണ്. വ്യാപാരം, ബിസിനസ് ഇവ ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാകും. വിവാഹ ഭാഗ്യം, വാഹന ഭാഗ്യം, പുതിയ വീട് എന്നിവ വന്നു ചേരും. 0 നിങ്ങളുടെ ഭാഗ്യ നമ്പർ. അടുത്തത് ചിത്തിരയാണ്. ചിത്തിര നക്ഷത്ര ജാതകർക്ക് ഉറപ്പായും ഭാഗ്യ അനുഭവങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലമാണ്. നിങ്ങൾക്ക് അപ്രതീക്ഷിതമായുള്ള ധനനേട്ടമുണ്ടാകും. ഒട്ടുമിക്ക കാര്യങ്ങളിലും നിങ്ങൾക്ക് ഉയർച്ചയുടെ കാലമാണ്. കുടുംബത്തിൽ വളരെയധികം മനസമാധാനമുണ്ടാകും. വിവാഹാലോചിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നല്ല ജീവിത പങ്കാളിയെ ലഭിക്കുന്ന കാലമാണ്. വീട്, വാഹനം എന്നിവയ്ക്കുള്ള ഭാഗ്യമുള്ള കാലം കൂടിയാണ് നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നത്. ജാതകത്തിൽ ചില ആളുകൾക്ക് ഉന്നത തൊഴിലിൽ സ്ഥാനപ്രാപ്തി, പുതുവസ്ത്രം, വ്യാപാര വിജയം, പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള അവസരം, ആരോഗ്യവർദ്ധനവ്, കുടുംബസുഖം, ധനനേട്ടം എന്നിവ പ്രതീക്ഷിക്കാം.
ഒന്നാണ് നിങ്ങളുടെ മഹാഭാഗ്യ നമ്പർ. അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ജോലിയിൽ സൗമ്യമായി മുന്നോട്ട് പോകാവുന്ന കാലമാണ്. എല്ലാവിധ സംരംഭങ്ങളിൽ നിന്നും നിങ്ങൾക്ക് നേട്ടം ലഭിക്കും. നിങ്ങളുടെ സഹപ്രവർത്തകരിൽ നിന്നും യാതൊരു രീതിയിലുമുള്ള വഞ്ചന ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ട കാലമാണ്. കാര്യങ്ങൾക്കായി കുടുംബാംഗങ്ങളുമായി ചർച്ച നടത്തേണ്ട കാലമാണ്. അനാവശ്യമായ വാഗ്ദാനങ്ങൾ നൽകുന്നതും കഴിവതും ഒഴിവാക്കുന്നതാണ് ഉത്തമം. അല്ലെങ്കിൽ ഇവയെല്ലാം നിങ്ങൾക്ക് പിന്നീട് ബാധ്യതയായി മാറുന്ന കാലമാണ്. സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അർഹമായ തൊഴിൽ ലഭിക്കും. സാമ്പത്തികമായി നിങ്ങളുടെ സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്ന കാലമാണ്. സർവകാര്യ വിജയം, കുടുംബസൗഖ്യം, ധനലാഭം, ശത്രുക്കൾക്ക് ഹാനി, വ്യവഹാരങ്ങളിൽ നിങ്ങൾക്ക് വിജയം, ഉയർന്ന സ്ഥാനപ്രാപ്തി, പ്രശസ്തി, രോഗങ്ങളെല്ലാം മാറി നിങ്ങളുടെ ആരോഗ്യവും ഐശ്വര്യവും വർദ്ധിക്കുക, ഭൂമി ലാഭം, മനസ്സന്തോഷം എന്നിവയും നിങ്ങൾക്ക് ഈ സമയത്ത് ലഭിച്ചേക്കാം. പ്രണയിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പ്രണയത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം പുരോഗതിയുണ്ടാകും. 5 നിങ്ങളുടെ മഹാഭാഗ്യ നമ്പർ. അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് നല്ല സമയമാണെങ്കിലും ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണം. യോഗ, മെഡിറ്റേഷൻ എന്നിവ ചെയ്യുന്നത് വളരെയധികം ഗുണം ചെയ്യും. മറ്റു ഗ്രഹങ്ങളുടെ അനുകൂല സ്ഥിതി കാരണം നിങ്ങൾക്കുണ്ടായി വരുന്ന എല്ലാവിധ ദോഷങ്ങളും കുറഞ്ഞു കിട്ടുന്ന കാലമാണ്. നിങ്ങൾക്ക് ദൈവാനുഗ്രഹം വളരെയധികം ലഭിക്കുന്ന കാലമാണ്. ജോലി സ്ഥലത്ത് വിജയവും പുരോഗതിയും നേടുവാൻ കഴിയും. സന്താനങ്ങളില്ലാതിരുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഈ സമയത്ത് സൽസന്താന ഭാഗ്യമുണ്ട്. എന്നാൽ ചില പ്രതിസന്ധികൾ ഉണ്ടാകുവാനും ഇടയുള്ള കാലമാണ്. 8 നിങ്ങളുടെ മഹാഭാഗ്യ നമ്പർ. അടുത്തത് ചോതി നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്കെല്ലാ രീതിയിലും അനുകൂലമായ കാലമാണ്. പ്രധാനപ്പെട്ട സമയമാണ് ഈ നവരാത്രി മുതൽ ഒക്ടോബർ 18 വരെ എന്ന സമയം. ചെറുകിട കച്ചവടം നടത്തുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ചെറിയ പരീക്ഷണങ്ങൾ വിജയിക്കുകയും നിങ്ങൾക്ക് വളരെയധികം ധനനേട്ടം ലഭിക്കുകയും ചെയ്യുന്ന കാലമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാവിധ തടസ്സങ്ങളെയും ജീവിത പ്രാർത്ഥനയാൽ തന്നെ മാറ്റിയെടുക്കുവാൻ സാധിക്കും. ഏതിൽ പോയി തൊട്ടാലും നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. രാത്രി കാലങ്ങളിലെ യാത്രകളെല്ലാം കഴിവതും ഒഴിവാക്കുക. 47 നിങ്ങളുടെ ഭാഗ്യ നമ്പർ. അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് മറ്റു ഗ്രഹങ്ങളുടെ അനുകൂല സ്ഥിതി മൂലം ദോഷങ്ങളെല്ലാം ഒരു പരിധിവരെ കുറയ്ക്കുവാൻ സാധിക്കും. ലോട്ടറി ഭാഗ്യമുണ്ടാകും. ധനപരമായി വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന കാലമാണ്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പേരും പ്രശസ്തിയും വർദ്ധിക്കും. കുടുംബത്തിൽ അഭിവൃദ്ധി, ശരീരസുഖം, ഭക്ഷണസുഖം, സൽസന്താന ഭാഗ്യം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്വരച്ചേർച്ച എന്നിവയുണ്ടാകും. ഇതുവരെ ഉണ്ടായിരുന്ന രോഗങ്ങളെല്ലാം മാറി നല്ല ആരോഗ്യം വീണ്ടെടുക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ശത്രുക്കളുടെ മേൽ വിജയമുണ്ടാകും. കോടതിയിൽ നിങ്ങൾക്ക് അനുകൂലമായ കേസ് വഴക്കുകളെല്ലാം മാറുന്നതാണ്. തൊഴിലിടങ്ങളിൽ സ്ഥാനക്കയറ്റം ലഭിക്കുകയും നിങ്ങളുടെ സഹപ്രവർത്തകരുടെയും മേലധികാരിയുടെയും പിന്തുണയും ലഭിക്കുന്ന കാലമാണ്. 3 നിങ്ങളുടെ ഭാഗ്യ നമ്പർ. അടുത്തത് പൂരാടം നക്ഷത്ര ജാതകരാണ്. കർമ്മരംഗത്ത് ചുറുചുറുക്കോടെ നിങ്ങൾക്ക് മുന്നേറുവാൻ സാധിക്കും. വിദേശ യാത്രയ്ക്ക് അനുകൂലമായ സമയമാണ്. ബിസിനസ് മെച്ചപ്പെടുത്തുവാൻ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ പറ്റിയ ഒരു സമയമില്ല. സഹപ്രവർത്തകരിൽ നിന്നും ചതി പറ്റാതിരിക്കുവാൻ അല്പം ശ്രദ്ധിക്കേണ്ട കാലമാണ്. വാഗ്ദാനങ്ങൾ നിറവേറ്റുവാൻ സാധിച്ചില്ലെങ്കിലും ഇത് നിങ്ങൾക്ക് നല്ലതായി ഭവിക്കുന്നതാണ്. നിങ്ങളുടെ ഭാഗ്യ നമ്പർ 6. അടുത്തത് തിരുവോണം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ചിലവുകൾ വന്നു ചേരും. ഏതൊരു കാര്യത്തിലും നിങ്ങൾ ഉറച്ചു നിൽക്കുന്ന ശീലം വളർത്തിയെടുത്തില്ലെങ്കിൽ പിന്നീട് ദോഷങ്ങൾ വന്നു ചേരും. ജോലി സ്ഥലത്ത് നിങ്ങളുടെ സുഹൃത്തുക്കളോട് സൂക്ഷിച്ചിടപെട്ടില്ലെങ്കിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാലമാണ്. ദാമ്പത്യത്തിൽ തെറ്റിദ്ധാരണകളെല്ലാം കഴിവതും ഒഴിവാക്കേണ്ട കാലം. നിങ്ങളുടെ ഭാഗ്യ നമ്പർ 5. അടുത്തത് ചതയം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ചെറിയ ആരോഗ്യപരമായ പ്രശ്നങ്ങളും കഷ്ടതകളും ഉണ്ടാകുമെങ്കിലും ഈശ്വരാധീനം കൊണ്ട് തന്നെ എല്ലാവിധ കാര്യങ്ങളും നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ നേടിയെടുക്കുവാൻ സാധിക്കും.
നിങ്ങളുടെ സുഹൃത്തുക്കളെയും മറ്റുള്ള ആളുകളെയും അമിതമായി വിശ്വസിക്കരുത്. ഉന്നത ബന്ധങ്ങൾ വന്നു ചേരുന്നതാണ്. നിങ്ങൾക്കിതുവരെ ഉണ്ടായിരുന്ന രോഗാതി ദുരിതങ്ങൾക്കെല്ലാം ആശ്വാസം ലഭിക്കും. സ്ഥാനപ്രാപ്തി, ഭാഗ്യ അനുഭവങ്ങൾ, ധനനേട്ടം, നല്ല പേര് കേൾക്കുവാനുള്ള യോഗം, ഭക്ഷണസുഖം, സമ്മാനങ്ങളോ അവാർഡുകളോ ലഭിക്കുക എന്നിവ ലഭിക്കുവാനുള്ള യോഗമുള്ള കാലമാണ്. നിങ്ങളുടെ ഭാഗ്യ നമ്പർ 7 അടുത്തത് ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ചുമതലകളെല്ലാം തന്നെ പൂർണ്ണതയോടെ ചെയ്തു തീർക്കുവാൻ സാധിക്കും. ജോലിസ്ഥലത്ത് നിങ്ങളുടെ സംസാരം കഴിവതും ശ്രദ്ധിക്കേണ്ടതാണ്. രാഹു ദൃഷ്ടി പ്രതികൂലമായതാണ് ഇതൊക്കെയുള്ള കാരണം. അമിതമായ ചിന്ത ഒഴിവാക്കണം. സാമ്പത്തികമായി വളരെയധികം ഉന്നതി വന്നു ചേരുന്ന കാലമാണ്. വൻ സമ്പാദ്യങ്ങൾ നിങ്ങളെ തേടിയെത്തും. അതായത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ അവിശ്വസനീയമായി തന്നെ കൺമുന്നിൽ നടക്കുന്ന കാലമാണ്. ദാമ്പത്യസുഖം, കീർത്തി, ഉന്നത സ്ഥാനപ്രാപ്തി, തൊഴിലിൽ വിജയം, ധനലാഭം, കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കുക, ബന്ധുജന സമാഗമം, മനസ്സന്തോഷം, സൽസുഹൃത്തുക്കളെ ലഭിക്കുവാനുള്ള ഭാഗ്യം, ഭക്ഷണസുഖം എന്നിവ ലഭിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു നിശ്ചിത കാലയളവിലെ ഗ്രഹനിലയെ അടിസ്ഥാനമാക്കിയുള്ള പ്രവചനങ്ങളാണ്. എന്നാൽ ഓരോ വ്യക്തിയും അനുഭവിക്കുന്ന യഥാർത്ഥ ഫലങ്ങൾ നിങ്ങളുടെ ജനന സമയത്തെ ഗ്രഹനില, അതിൽ നിന്നുണ്ടാകുന്ന യോഗങ്ങൾ, നിലവിലെ ദശ അപഹാരങ്ങളെല്ലാം ആശ്രയിച്ചാണ്. എന്നിരുന്നാലും ഈ ഫലങ്ങളെ ഒരു സൂചനയായി ഉപയോഗിച്ച് ദശാനാഥനെ പ്രീതിപ്പെടുത്തുവാനുള്ള വഴികൾ തേടുകയും ചെയ്താൽ നല്ല സമയങ്ങളുടെ ഗുണഫലങ്ങൾ പരമാവധി അനുഭവിക്കുവാനും പ്രതികൂല സമയങ്ങളെ കൂടുതൽ എളുപ്പത്തിൽ തരണം ചെയ്യുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.